വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡീകോഡിംഗ് മാർക്കറ്റ് സീരീസ് 6 ആണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ഡീകോഡിംഗ് മാർക്കറ്റിൻ്റെ ജനറൽ സ്ട്രക്ചറിൻ്റെ സെക്കൻഡ് ലൈൻ ഓഫ് തോട്ടാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പം ആക്ച്വലി നമ്മൾ ഈ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സബ്ജക്റ്റീവ് ഡയറക്ഷണൽ ബയാസ് എന്ന് പറയും. സബ്ജക്റ്റീവ് ഡയറക്ഷണൽ ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്ന് പറയുന്നില്ല. അതായത് നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി ഗെയിമാണ്. അപ്പോൾ ആ പ്രോബബിലിറ്റി ഗെയിമിൽ മാർക്കറ്റ് സ്ട്രക്ചർ ആണ് നമ്മളെ എല്ലാ കാര്യങ്ങളും ഒരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കാണിച്ചു തരുന്നത്, സെനാരിയോസ് എല്ലാം കാണിച്ചു തരുന്നത് മാർക്കറ്റ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. ബിക്കോസ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനെ എന്തുകൊണ്ട് നമ്മൾ നോക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ലോജിക്കലി നമ്മൾ നോക്കുമ്പോൾ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഏത് ലെവലിലാണ് കറക്ഷണൽ മൂവ്മെൻറ്റ് നടക്കുന്നത് എന്നാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റ് സ്ട്രക്ചറിന് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ബിഹേവിയറിന് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഇത് ആക്ച്വലി ഒരു സബ്ജക്റ്റീവ് ഡയറക്ഷണൽ ബയാസ് എന്നാണ് നമ്മൾ ജനറലി ഇതിനെ വിളിക്കുന്നത്. ബിക്കോസ് ഇത് നടക്കാനും നടക്കാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്ന് പറയാം. ബിക്കോസ് നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പം 90% സമയങ്ങളിലും മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു 80%, 90 എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടി പോകും, എങ്കിൽ പോലെ ഒരു 80% നമ്മൾ നോക്കുമ്പോഴും മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ലെവൽസ് വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മൾ ഇതിനെ ഈ സബ്ജക്റ്റീവ് ഡയറക്ഷണൽ ബയാസ് എന്ന് പറയുമ്പോഴത്തേനും അതിന് നമ്മൾ കൊടുക്കേണ്ട ഒരു മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരു 20% അല്ലെങ്കിൽ 25% നടക്കുകയില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു തോട്ടും കൂടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ബിക്കോസ് 100% അക്യുറസി ഉള്ള ഒരു ട്രേഡ് സെറ്റപ്പും ലോകത്തിൽ ആരും ഇന്നേ വരെയും കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നമ്മളെപ്പോഴും സംസാരിക്കുന്നത് ഓൺ എ സബ്ജക്റ്റീവ് ഡയറക്ഷണൽ ബയാസ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് സ്ട്രോങ് ലോ വേഴ്സസ് ഇൻ്റർമീഡിയറ്റ് ലോ. അപ്പം നമ്മൾ ആദ്യത്തെ ലെക്ചറിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരുന്നത് എന്താണ്? ദ ലോ ദാറ്റ് ക്രിയേറ്റഡ് ദ ഹൈ വിച്ച് ഈസ് ബ്രോക്കൺ മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? അപ്പം അതായത് പറഞ്ഞേക്കുന്നത് ദ ലോ ഹൈ ബ്രേക്ക് ചെയ്തു, ദ ലോ ദാറ്റ് ഇവിടെ വന്നു, ഈ ലോ ദാറ്റ് ക്രിയേറ്റഡ് ദ ഹൈ ഈസ് ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, ബ്രോക്കൺ, ദെൻ സ്ട്രക്ചർ ചേഞ്ച് ആയി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ തോട്ട് പ്രോസസ്സ്. അപ്പോൾ നമുക്കറിയണം ഇവിടുത്തെ ഏത് ലോയാണ് സ്ട്രോങ് ലോ ആൻഡ് അതർ ലെഗ്, അല്ലെങ്കിൽ നമുക്ക് കുറേ അധികം ലോ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. സ്വിംഗ് സ്ട്രക്ചറിലുള്ള ലോ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം, അല്ലാത്ത ലോ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെ പല ടൈപ്പിലുള്ള ലോ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ പല ടൈപ്പിലുള്ള ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഏത് ലോയാണ് സ്ട്രോങ് ലോ, ഓർ പിന്നെ സ്ട്രോങ് ലോ അല്ലാത്തതിനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ലോ ഓർ വീക്ക് ലോ എന്ന് വിളിക്കും. ഇൻ്റർമീഡിയറ്റ് ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെക്നിക്കൽ ടൈം. നമുക്ക് വേണമെങ്കിൽ വീക്ക് ലോ എന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ സ്ട്രോങ് ലോ വേഴ്സസ് വീക്ക് ലോ, ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്ന ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മിറ്റിഗേറ്റഡ് സോൺ ആൻഡ് അൺമിറ്റിഗേറ്റഡ് സോൺ നമ്മളുടെ ഡീകോഡിംഗ് സ്ട്രക്ചർ സീരീസ് 5 ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരുന്നു. നമ്മളുടെ മിറ്റിഗേറ്റഡ് സോണും അൺമിറ്റിഗേറ്റഡ് സോണും ഏതാണെന്നുള്ള ഏകദേശം അതിനകത്തൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് കൂടുതലായിട്ടുള്ള ക്ലാരിറ്റിയും കൂടി ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് സെനാരിയോയിലും ഗ്യാപ്പ് ഡൗൺ സെനാരിയോസിലും നമ്മൾ ലോയും ഹൈയും ബ്രേക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യും. സോ ബേസിക്കലി എ ഹൈ ഇസ് മെയ്ഡ് ആൻഡ് എ ലോ ഇസ് മെയ്ഡ്, അല്ലേ? ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ലോയും ക്രിയേറ്റ് ചെയ്തു. സോ സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റ് ലെഗ് എന്ന് പറയുന്നത് ഇത് ലോയും ഇത് ഹൈയും ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ലെഗിൻ്റെ 50% കൺസിഡറബിൾ റേഞ്ച് എന്ന് പറയും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന റേഞ്ച് എന്ന് പറയുന്നത് 50% ആണ്, അല്ലേ? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദിസ് ഈസ് 50%. ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഹൈ ഇതുണ്ട്, 50% ഇൻ ബിറ്റ്വീൻ, 50%-ന് താഴെ ടാപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ ടാപ്പ് ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീവിയസ് സോൺ, അതായത് ആക്ച്വലി നമ്മളുടെ പ്രീവിയസ് ട്രേഡിംഗ് സോൺ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ലെഗാണ് നമ്മുടെ പ്രീവിയസ് ട്രേഡിംഗ് സോൺ എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ നോക്കുന്നത് ഏതാണ്? ലോ എന്ന് നോക്കുന്നത് പ്രീവിയസ് സോണിലെ അതർ ലെഗ്. അവിടെ ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏതാണോ ആ ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അതർ ലെഗിൽ നിന്ന് നെക്സ്റ്റ് ലെഗിലേക്ക് വരുന്ന മൂവ്മെൻറ്റിന് 50% കറക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്ട്രോങ് ലോ എന്ന് കണക്കാക്കും. അല്ലെങ്കിൽ അതിന് ബാക്കിയുള്ള സ്ട്രക്ചറിനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ലോ എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്, ഓർ വീക്ക് ലോ എന്നാണ് കണക്കാക്കുന്നത്. സോ ഈ കേസിൽ നമ്മളെ സംബന്ധിച്ച് ഇതൊരു സ്ട്രോങ് ലോയാണ്. ദിസ് ഈസ് എ സ്ട്രോങ് ലോ. ഇനി സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ നെക്സ്റ്റ് വന്നിരിക്കുന്ന മൂവ്മെൻറ്റ്, അതായത് ഇവിടം തൊട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഈ മൂവ്മെൻറ്റ് ഇവിടം വരെ. അപ്പോൾ ഈ മൂവ്മെൻറ്റിൽ 50% കറക്ഷണൽ മൂവ് നടന്നോ ഇല്ലയോ? 50% കറക്ഷണൽ മൂവ് നടന്നിട്ടില്ല. സോ ഇവിടെ
38% കറക്ഷണൽ മൂവേ വന്നിട്ടുള്ളൂ. സോ അപ്പോൾ 38% കറക്ഷണൽ മൂവ് വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ പറയുന്ന പേരാണ് വീക്ക് ലോ ഓർ ഇന്റർമീഡിയറ്റ് ലോ. ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പം ഇത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ കറക്ഷണൽ മൂവ് നടന്നു കഴിഞ്ഞിരിക്കുന്ന അതർ ലെഗ് എടുത്തിട്ട് നെക്സ്റ്റ് സബ്സീക്വന്റ് വരുന്ന മൂവ്മെന്റിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ്, അതിന്റെ 50% കറക്ഷണൽ മൂവ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ ഇന്റർമീഡിയറ്റ് ലോ എന്ന് പറയുന്നു. അതർവൈസ് ഇറ്റ്സ് എ സ്ട്രോങ് ലോ. സോ ഈ സ്ട്രോങ് ലോയാണ് when there is a strong law that created the high, അല്ലെ, ആ ഹൈ ദെൻ വിച്ച് ഈസ് ഈ സ്ട്രോങ് ലോ എപ്പോഴാണോ അവിടെ ബ്രേക്ക് ആകുന്നത്, അതായത് ഇവിടുന്ന് നമ്മൾ ഇതൊരു വീക്ക് ലോ ആണ്. വീക്ക് ലോയെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിന്റെ സ്ട്രക്ചറൽ ഷിഫ്റ്റ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് മാർക്കറ്റ് ഒരു സെല്ലിംഗ് സൈഡിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് ഇങ്ങനെ ട്രേഡ് ചെയ്ത് വന്ന് ഈ ഒരു ലോ ബ്രേക്ക് ആയി ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇത് സ്ട്രക്ചർ ബ്രേക്ക് ആയി എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് അപ്പർ സൈഡിലായിട്ട് ഇവിടെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി വന്നതിന് ശേഷം പ്രൈസ് വീണ്ടും ഫോൾ ചെയ്ത് താഴോട്ട് പോകും. ഇതാണ് കൺസെപ്റ്റ്. അപ്പം നമ്മൾ നോക്കുന്നത് ഇവിടെ ഈ വീക്ക് ലോ, ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ വീക്ക് ലോ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മളെ സംബന്ധിച്ച് സ്ട്രോങ് ലോ ആണ് നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിന്റെ ജനറൽ സ്ട്രക്ചർ, അതിലാണ് നമ്മളുടെ ഡിസിഷണൽ ഫ്രെയിം വർക്ക് നടക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, ഇവിടെ അതർ കൺസെപ്റ്റ് മിറ്റിഗേറ്റഡ് സോൺ ഓർ അൺമിറ്റിഗേറ്റഡ് സോൺ. അപ്പം ഇവിടെ നമ്മൾ ഒരു സോൺ ഫസ്റ്റ്ലി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. സോ സബ്സീക്വന്റ് മൂവ്മെന്റിൽ ഇതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ മിറ്റിഗേഷൻ സോൺ എന്ന് പറയുന്നത് ഈ ഒരു സോണാണ്. അപ്പം ഈ മിറ്റിഗേറ്റഡ് സോണിന്റെ 50% നമ്മൾ ഈ ലോ നോക്കുന്നത് 50%ലാണ്, ഈ ലെഗ് വെച്ചിട്ട് നോക്കുന്നത് നമ്മൾ 50%. അപ്പം സബ്സീക്വന്റ് മൂവ്മെന്റിൽ ഈ ഒരു ഏരിയയിൽ ഇവിടെ നമ്മൾ വന്ന് 50% ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ മിറ്റിഗേറ്റഡ് സോൺ എന്ന് പറയുന്നു. അതർവൈസ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നമ്മൾ അതിനെ അൺമിറ്റിഗേറ്റഡ് സോൺ എന്ന് പറയുന്നു. അപ്പോൾ ഈ മിറ്റിഗേറ്റഡ് സോണും അൺമിറ്റിഗേറ്റഡ് സോണും എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് ജനറലി നമ്മൾ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ സെനാരിയോസും ഇൻ ബിറ്റ്വീൻ ഇതിന് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ സെനാരിയോസും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്, അതൊരു ട്രേഡ് ചെയ്യാത്ത റേഞ്ച് ആണ് എങ്കിൽ പോലും പ്രൈസിന്റെ മൂവ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ മൂവ്മെന്റിനെ കൂടുതൽ നമ്മൾ വാല്യൂ കൊടുക്കുന്നത് കൊണ്ട് ഗ്യാപ്പ് ഡൗണും കൂടെ നമ്മൾ ഒരു ട്രേഡ് ചെയ്ത് പോയ റേഞ്ച് എന്ന രീതിയിൽ മാത്രമേ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സബ്സിക്വന്റ് മൂവ്മെന്റിൽ കവർ ചെയ്യാൻ വരുമ്പോഴത്തേനും ഈ മിറ്റിഗേറ്റഡ് സോണിലും അൺമിറ്റിഗേറ്റഡ് സോണിലും അതിന്റെ ആക്ടിവിറ്റി എങ്ങനെയാണ് നടക്കുന്നതാണ് ബേസിക് ആയിട്ട് പറയുന്നത്. സോ ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോയിട്ട് കുറച്ച് ലൈവ് എക്സാമ്പിൾസ് കണ്ടിട്ട് നമുക്ക് ഈ ഒരു സ്മോൾ വീഡിയോ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. ബിക്കോസ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇതിനകത്ത് എക്സർസൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മൾ ആക്ച്വൽ ചാർട്ടിലേക്ക് നമ്മൾ നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഈ ഇമ്പോർട്ടൻറ്റ് ഹൈ ആൻഡ് ലോ മാർക്ക് ചെയ്യുന്നതെന്നുള്ളത്. നമ്മളിപ്പം പഠിച്ചിരിക്കുന്നത് സ്ട്രോങ് ലോ വേഴ്സസ് ഇന്റർമീഡിയറ്റ് ലോ ഓർ വീക്ക് ലോ, അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആക്ച്വൽ ICICI ബാങ്കിൻ്റെ ചാർട്ടാണിത്. 5 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ നിഫ്റ്റിയിൽ നമ്മൾ ചാർട്ടിൻ്റെ സ്ട്രക്ചർ മാർക്ക് ചെയ്യുമ്പോഴത്തേനും ഇറ്റ്സ് എ സിന്തറ്റിക് ഇൻഡെക്സ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ എൻട്രി സെനാരിയോസ് കാണിക്കാൻ പറ്റും. പക്ഷേ വേറെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതലും മുന്നോട്ട് പോകുന്ന ക്ലാസ്സുകളിൽ നിഫ്റ്റിക്കകത്ത് കറക്റ്റായിട്ട് ഞാൻ എക്സ്പ്ലനേഷൻ കാണിച്ചു തന്നുകൊണ്ടിരിക്കും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. വേറെ നമ്മൾ പഠിക്കുമ്പം ആക്ച്വൽ സെനാരിയോ കറക്റ്റായിട്ട് കാണിച്ചു തരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ, വൺസ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് മാർക്കിങ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നിഫ്റ്റിയിലെ ചാർട്ടിലേക്ക് നമുക്ക് പോയി അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് കിടക്കാം. നൗ മാർക്കറ്റ് വാസ് ഓൺ എ കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡ്, താഴേക്ക് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷം എന്ത് പറ്റി, ഇവിടെ വന്നൊരു ലോ ക്രിയേറ്റ് ചെയ്തു. പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യണം. അപ്പോൾ മുകളിലേക്ക് പോകാൻ അപ്സൈഡ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ അത് ഫെയിലായി. സോ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഏരിയ, ഈ ഇത്രയും ജേണി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ 50% മിറ്റിഗേഷണൽ മൂവ് വന്നോ ഇല്ലയോ എന്ന് നോക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ ഫോർമേഷനകത്ത് മുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ 50% മൂവ് മിറ്റിഗേഷൻ മൂവ് വന്നോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ടൈം ഫ്രെയിം. നമ്മളെ സംബന്ധിച്ച് ടൈം ഫ്രെയിം 5 മിനിറ്റ്, 15 മിനിറ്റ്, 1 മണിക്കൂർ, 4 മണിക്കൂർ, ഡേ ടൈം ഫ്രെയിം, വീക്ക്ലി ടൈം ഫ്രെയിം, എനിത്തിങ്, അത് നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. ബിക്കോസ് ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഇറ്റ്സ് ഫ്രാക്ടൽസ്. ഓൾ ദ ആക്ടിവിറ്റി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഹയർ ടൈം ഫ്രെയിം വിൽ ബി റിപ്പീറ്റഡ്ലി ഹാപ്പനിങ് ഇൻ ദ ലോവർ ടൈം ഫ്രെയിം. അതായത് ബിഗർ ടൈം ഫ്രെയിമിൽ എന്താണോ സംഭവിക്കുന്നത് അത് ലോവർ ടൈം ഫ്രെയിമിലും അതിൻ്റെ റിപ്ലിക്ക നടന്നുകൊണ്ടേയിരിക്കും. സോ ലോവർ ടൈം ഫ്രെയിമിൽ എന്താണ് നടക്കുന്നത്,
എന്ന് പറഞ്ഞാൽ അതിനകത്താണ് മൊമെൻറ്റം ഗെയിൻ ചെയ്യുന്നത്. ആ മൊമെൻറ്റം ഗെയിൻ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ എൻട്രി ഫോർമേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ എൻട്രി ഏരിയ ഓഫ് പ്ലാനിങ് ഓർ എൻട്രി ഏരിയ എന്ന് പറയുന്നത് എല്ലാം ഫോം ചെയ്യുന്നത് ഓൺ എ ലോവർ ടൈം ഫ്രെയിമിലായിരിക്കും. അപ്പോൾ നമുക്ക് വൺസ് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ലോവർ ടൈം ഫ്രെയിമിൽ കാണാൻ പറ്റിയെങ്കിൽ നമുക്ക് ഈസിയാണ് നമ്മളുടെ സ്ട്രക്ചറൽ മാപ്പിംഗ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും കീ ടേക്ക് അവേ എന്ന് പറയുന്നത്. ബിക്കോസ് ഇഫ് യു ക്യാൻ സീ വാട്ട് ഐ ആം സീയിങ് ഇൻ ദ ചാർട്ട്, അതാണ് എനിക്ക് നിങ്ങൾ ഓരോരുത്തരും ചെയ്ത് കാണിക്കേണ്ടത്. ഞാൻ എന്താണോ കാണുന്നത് അത് തന്നെ നിങ്ങളും കാണാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ കണ്ണിൽ കൂടെ നിങ്ങൾ ഓരോരുത്തരും കാണുക. അപ്പം ആ കാണുന്ന ഫോർമേഷൻസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എൻട്രി ഫോർമേഷന് വേണ്ടിയിട്ട്. സോ ഞാൻ അധികം നീട്ടുന്നില്ല. ബിക്കോസ് ഈ ഒരു പർട്ടിക്കുലർ മൂവിൽ ഇഫ് യു പുട്ട് 50% എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സെൻട്രൽ കൂടെ ഈ ബോക്സിൻ്റെ സെൻട്രൽ കൂടെ ഒരു വര പോകുന്നതിനാണ് 50% എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മിറ്റിഗേഷൻ മൂവ് ആ സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റ് ഓൾറെഡി നടന്നിരിക്കുന്ന ഒരു സൈഡ് വേസ് മൊമെൻറ്റത്തിൽ. അപ്പോൾ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലോ ഫോർ അസ്, അല്ലേ? ഈ ഒരു ലോ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ഇതാണ് അതിൻ്റെ മിറ്റിഗേഷൻ മൂവിൽ ലാസ്റ്റ് വന്നിരിക്കുന്ന ലോ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഈ ഒരു ലോ നമ്മളെ സംബന്ധിച്ച് സോ ദിസ് ഈസ് എ സ്ട്രോങ് ലോ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മളിവിടെ എഴുതി വെക്കുന്നു, ഇത് ഒരു സ്ട്രോങ് ലോ. അതിനുശേഷം ഈ ഒരു സ്ട്രോങ് ലോ, ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു സ്ട്രോങ് ലോ ആണ്. അതിനുശേഷം ഇവിടെ നിന്ന് ഈ ലെഗിൽ നിന്ന് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നാച്ചുറലി നിങ്ങൾ ചോദിക്കും, സോ നമ്മളുടെ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, ബിഗിനിങ് പാർട്ട് ഓഫ് ദ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞു, കൺസിഡർ ദ ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ സിനാരിയോസ് ആസ് ഇറ്റ് ഇസ് ട്രീറ്റഡ്. മിക്കവാറുള്ള സ്റ്റഡീസിലെല്ലാം അത് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് ബൈ ദ എക്സ്പീരിയൻസ് എനിക്ക് എന്താ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി വിൽ കൺസിഡർ ആസ് ഈ സിനാരിയോ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ബിക്കോസ് ദിസ് ഈസ് എ ഹെക്ടിക് പ്രൈസ് മൂവ്മെൻറ്റ് ആക്ടിവിറ്റി, അല്ലേ? സോ നമുക്കത് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഗ്യാപ്പ് ഇട്ടു, വോളിയം നടന്നിട്ടില്ല, പ്രൈസിൻ്റെ എക്സ്ചേഞ്ച് നടന്നിട്ടില്ല, അതെല്ലാം കറക്റ്റാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് പ്രൈസിൻ്റെ മൂവ്മെൻ്റ് ആണ്. സോ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നാച്ചുറലി ഇത്രയും ഗ്യാപ്പ് അപ്പ് വന്നിരിക്കുന്നത് ബിക്കോസ് ദർ ഇസ് സം ഹ്യൂജ് ആക്ടിവിറ്റി ഹാപ്പനിങ് ഹിയർ. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത്. സോ ആ ലെഗിൽ നിന്നും നെക്സ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ അപ്പോൾ ചോദിക്കും, ഇവിടെ ഈ താഴെ കുറേ കറക്ഷണൽ മൂവ് വന്നിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് അത് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് വരുന്നു. സോ നമ്മളെ സംബന്ധിച്ച് എന്താണ് സ്ട്രക്ചറൽ ഫിനോമിന എന്ന് പറയുന്നത്? സോ ഇങ്ങനെ ഒരു ഡൗൺ ട്രെൻഡ് വന്നു, ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റ് ഇതിൻ്റെ 50% ഇവിടെ 50% വരുന്നു. അതിനുശേഷം വീണ്ടും പ്രൈസ് പോകണം. അപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ പ്രീവിയസ്ലി വന്നിരിക്കുന്ന ഹൈ ഏതാണോ ആ ഹൈ ബ്രേക്ക് ചെയ്ത പ്രൈസ് സബ്സ്റ്റാൻഷ്യൽ മൂവ്മെൻറ്റ് മുകളിലേക്ക് പോകണം. അതിനുശേഷം വീണ്ടും വരണം താഴോട്ട്. സോ ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ് ലോ എന്ന് പറയുന്നത്. അതേസമയം ആ ലോയും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മളെ സംബന്ധിച്ച് ഒരു സ്ട്രോങ് ലോ ആണ്. വേറെ ബാക്കിയുള്ള മൂവ്മെൻ്റ് എല്ലാം എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ അൺഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അല്ലേ? ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ ദിസ് വാസ് ദ ഹൈ, ഏത് നമ്മളുടെ ഫസ്റ്റ് ഇതിലുള്ള ഹൈ. പിന്നെ സെക്കൻഡ് നമ്മളുടെ ലോ എവിടെയായിരുന്നു? ദിസ് വാസ് എ ലോ, അല്ലേ? സോ ദിസ് വാസ് എ ഹൈ ആൻഡ് ദിസ് വാസ് എ ലോ. അപ്പം ഈ ഹൈയും ലോയും വന്നു കഴിഞ്ഞു. അതിനുശേഷം കറക്ഷണൽ മൂവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോ കറക്ഷണൽ മൂവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ഹൈയും ലോയും വന്നിരിക്കുന്നതിൻ്റെ 50% മിറ്റിഗേഷൻ മൂവ്. മിറ്റിഗേഷൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ ഇംഗ്ലീഷ് വേർഡാണെന്നൊന്നും ഓർക്കണ്ട. ഇറ്റ്സ് ഓൺലി എന്താ പറയുന്നത്, ഒരു പ്രൈസ് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് ആ പ്രീവിയസ്ലി വന്നിരിക്കുന്ന ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ഇവിടുത്തെ വീഡിയോ ട്രേഡിംഗ് സീക്രട്സിൻ്റെ മൊത്തം വീഡിയോകളും കണ്ടിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് മിറ്റിഗേഷൻ എന്ന് പറയുന്ന വാക്ക് ഒരു 100 പ്രാവശ്യം അല്ലെങ്കിൽ ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട്. സോ ഇതിനകത്തെല്ലാം മിറ്റിഗേഷൻ എന്താണെന്നുള്ളതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടുപിടിക്കാം. അപ്പം ഇത് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്തുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രി സ്ട്രക്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ വൺസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ട്രേഡിംഗ് ഈസ് വെരി ഈസി. നമുക്ക് ബെയർ ചാർട്ട് മതി ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതൊരു ലോ വന്നു, ഇതൊരു ഹൈ വന്നു, അതിനുശേഷം ഇവിടെ ഒരു സ്ട്രോങ് ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ബിക്കോസ് വൈ ഇറ്റ് ഈസ് എ സ്ട്രോങ് ലോ? ബിക്കോസ് ഈ സ്ട്രോങ് ലോ എന്ന് നമ്മൾ പറയുന്നത് ബിക്കോസ് പ്രൈമറി ലെഗ് ദ ലോ ആൻഡ് ദ ഹൈ, ദ ലോ വിച്ച് ക്രിയേറ്റഡ് ദ ഹൈ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. വിച്ച് ക്രിയേറ്റഡ് ദ ഹൈ ഹാസ് ബീൻ മിറ്റിഗേറ്റഡ്, അല്ലേ? പ്രൈസ് താഴേക്ക് വന്ന് മിറ്റിഗേഷന് വേണ്ടിയിട്ട് ട്രൈഡ് ആൻഡ് സക്സസ്ഫുൾ ആൻഡ് ക്രിയേറ്റഡ് എ ലോ. ദാറ്റ് ഈസ് എ സ്ട്രോങ് ലോ എന്ന് പറയുന്നത്. ബിക്കോസ് ഈ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രോങ് ലോ ആണോ എന്ന് പറയുന്നത്. അതിനുശേഷം പ്രൈസ് സ്ലോലി അപ്പ് വന്നു, ഡൗൺ വന്നു, അപ്പ് വന്നു, ഡൗൺ വന്നു, അപ്പ് വന്നു, ഡൗൺ വന്നു, ഈ ആക്ടിവിറ്റി കാണുമ്പോഴത്തേനും. ബട്ട് ഈ ആക്ടിവിറ്റി നടക്കുന്നത് എവിടെയാണ്? വിത്തിൻ ദ സ്വിംഗ് സ്ട്രക്ചറിലാണ് നടക്കുന്നത്. സോ ഇത് നമ്മളെ സംബന്ധിച്ചൊരു സ്വിംഗ് സ്ട്രക്ചറാണ്. ഇത് നമ്മളെ സംബന്ധിച്ചൊരു സ്വിംഗ് സ്ട്രക്ചറാണ്. ഈ സ്വിംഗ് സ്ട്രക്ചറിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റി നമ്മളെ സംബന്ധിച്ച് അൺഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മാർക്കറ്റ് ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ ഈ ലോ നമ്മൾ കൺസിഡർ ചെയ്യും. ഇവിടുന്ന് വീണ്ടും താഴെപ്പോഴാണ് ഈ ലോ നമ്മൾ കൺസിഡർ ചെയ്യും. അതായിരിക്കും നമ്മുടെ സ്ട്രോങ് ലോ. അപ്പം സ്വിംഗ് സ്ട്രക്ചറിന് പുറത്ത് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് മുകളിലേക്ക് കയറുമ്പോഴാണ് അടുത്ത ലോ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോയിരുന്നു, ഈ സ്വിംഗ് സ്ട്രക്ചറിൻ്റെ ഔട്ട്സൈഡ് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം മുകളിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ലോ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ ഇവിടം വരെ എത്തി. സോ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം
ഈ ഒരു കംപ്ലീറ്റ് ലെഗിനകത്ത് 50% കറക്ഷണൽ മൂവ് നടന്നോ ഇല്ലയോ? ഇവിടെ ഈ സബ്സിക്വന്റ് മൂവ്മെന്റ് ഇവിടെ നടന്നില്ലേ? സോ നമ്മൾ ഇവിടെ നോക്കുമ്പം ഈ ലോയിൽ നിന്ന് ഇവിടെ ഓക്കെ ഈ ലോയിൽ നിന്ന് ഇവിടെ നമ്മൾ ഫിബ് ഇട്ട് വരച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് അറൗണ്ട് 61% കറക്ഷണൽ മൂവ് നടന്നു. സോ ഈ 61% കറക്ഷണൽ മൂവ് നടക്കുമ്പം ദിസ് ഈസ് ഓൾസോ എ സ്ട്രോങ് ലോ ഫോർ us അല്ലേ? ഇത് നമ്മളെ സംബന്ധിച്ച് ഈ കറക്ഷണൽ മൂവ് നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു സ്ട്രോങ് ലോ ആണ്. ഇത് നമ്മളെ സംബന്ധിച്ചൊരു സ്ട്രോങ് ലോ ആണ്. അപ്പം ഈ സ്ട്രോങ് ലോയും നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മളൊരു സ്ട്രോങ് ലോ വന്നു. അപ്പം ഇതും ഒരു നമ്മളെ സംബന്ധിച്ചൊരു സ്ട്രോങ് ലോ ആണ്. ആ സ്ട്രോങ് ലോ ഓൺ ദ സബ്സീക്വന്റ് മൂവ്മെന്റ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഓർ നോട്ട്? കണ്ടോ, ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ്. ഇതിന് താഴെ പോയിട്ടില്ല. സോ എന്തുകൊണ്ടാണ് എക്സാക്ട്ലി ഇവിടെ വന്ന് മാർക്കറ്റിൽ നിന്നത്? ദിസ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ഇത് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വേറെ ഒരു ചാനലിൽ കൂടെ ആരും പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഇതെല്ലാം എൻ്റെ മനസ്സിലാണ് ഇരിക്കുന്നത്. ഇറ്റ്സ് ഫ്രം ദ എക്സ്പീരിയൻസ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഇത് സംബന്ധിച്ച് നമ്മളെ ഒരു സ്ട്രോങ് ലോ ആണ്. ഈ സ്ട്രോങ് ലോയും ഇത് നമ്മളെ സ്ട്രോങ്. ഇനി സബ്സീക്വന്റ് മൂവ്മെന്റിൽ ഈ സ്ട്രോങ് ലോ എപ്പം ബ്രേക്ക് ആകുമ്പോൾ മാർക്കറ്റിന്റെ സ്ട്രക്ചറൽ ഡൈനാമിക്സ് ഈസ് ബ്രോക്കൺ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ അതിന് ശേഷം ബ്രേക്കായി സ്ട്രക്ചർ ബ്രേക്കായി അതിൻ്റെ താഴെ ഒരു ക്യാൻഡിൽ ക്ലോസും ചെയ്തു. സോ ഇവിടെ സ്ട്രോങ് ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയേ. സോ നമുക്ക് ഇവിടെ ഒരു സോങ് വന്നോ, എ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഹൈ ഈസ് ടേക്കൻ ആൻഡ് ലോ ഈസ് ടേക്കൻ ആൻഡ് ഇറ്റ് വെന്റ് അപ്പ് അല്ലേ? ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലോ അവിടെ കിട്ടി. സോ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? അടുത്ത മൂവ്മെന്റിൽ നമ്മൾ നോക്കുന്നത് എന്താണ്? ഇവിടെ ഈ ലോ ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേനും മാർക്കറ്റിന്റെ സ്ട്രക്ചറൽ ഫിനോമിന ഈസ് ബ്രോക്കൺ ഇൻ ദ സെൻസ് ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഇതായിരുന്നു നമ്മുടെ സ്ട്രോങ് ലോ എന്ന് പറയുന്നത് അല്ലേ? സെക്കൻഡ് ലെഗ് ഓഫ് സ്ട്രോങ് ലോ അല്ലേ? ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. അപ്പം ഇവിടെ വന്നിട്ട് ലാസ്റ്റ് വന്നിരിക്കുന്ന ഇവിടെ വരെയുള്ള നമ്മുടെ മൂവ്മെന്റ് എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ഇത് ക്ലോസ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാർക്കറ്റ് വിൽ ഷോ യു സം എന്താണ്? ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു സ്ട്രോങ് ലോ ഉണ്ട് ഇവിടെ. ആ സ്ട്രോങ് ലോ ഇറ്റ്സ് എ മിറ്റിഗേറ്റഡ് മൂവ്മെന്റ് നടത്തിയിരിക്കുന്ന സ്ട്രോങ് ലോ ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ ഈ സ്ട്രോങ് ലോ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പ്രൊട്ടക്റ്റഡ് എന്ന് നമ്മൾ കൂട്ടുക. ബിക്കോസ് ഓൾ ദ സ്ട്രോങ് ലോസ് മേ ബി പ്രൊട്ടക്റ്റഡ് ഓർ മേ നോട്ട് ബി പ്രൊട്ടക്റ്റഡ്, അങ്ങനെ കൂട്ടുക. ബിക്കോസ് മാർക്കറ്റിന്റെ ഡയറക്ഷണൽ സ്ട്രക്ചർ പറയുമ്പോൾ ഇറ്റ്സ് എ സബ്ജക്റ്റീവ് ഡയറക്ഷണൽ ബയാസ്. അതാണ് ഞാൻ ആദ്യമേ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേ ബി പ്രൊട്ടക്റ്റഡ് ഓർ മേ നോട്ട് ബി പ്രൊട്ടക്റ്റഡ്. സോ സബ്ജക്റ്റീവ് ഡയറക്ഷണൽ ബയാസിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് വി മേ ഗെറ്റ് 70% അക്യുറസി ഇൻ ട്രേഡിംഗ്. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? ഈ സ്ട്രോങ് ലോ ഇവിടെ ഓൾറെഡി ഉണ്ടപ്പോൾ ഈ ഏരിയ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ച് ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയത്? ഇത് ഇമ്പോർട്ടൻ്റ് ആയതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു ലോയും ഒരു ഹൈയും ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അതിന് സബ്സീക്വന്റ് മൂവ്മെന്റ് മിറ്റിഗേഷണൽ മൂവ് നടത്തി ഒരു സ്ട്രോങ് ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അപ് സൈഡിൽ പോയി കറക്ഷണൽ മൂവ് വരുന്നു. എഗെയിൻ എ സ്ട്രോങ് ലോ ഹാസ് ബീൻ ക്രിയേറ്റഡ്. ഈ സ്ട്രോങ് ലോ എങ്ങനെയാണ്? ഇതിന്റെ മൂവ്മെന്റ് 50% കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇത് ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ ഇതിന്റെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ നമ്മളുടെ സെനാരിയോ മാറി. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു ബൈങ് സെനാരിയോ ഇല്ല. ബിക്കോസ് ഇനി വരുന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുന്ന് മാർക്കറ്റ് നേരെ തിരിച്ച് ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്യുന്ന ശേഷം മാർക്കറ്റ് കയറി ഇവിടെ വരെ വന്നിട്ട് ഫൈൻ സം ഇംബാലൻസ് ഓർ സം എന്തെങ്കിലും ഇവിടുത്തെ കോൺഫ്ലുവൻസ് ഏരിയ കണ്ടിട്ട് മാർക്കറ്റ് നേരെ താഴേക്ക് വരും. ഇതാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് മേളിലേക്ക് മാർക്കറ്റ് പോകും. സോ പോകണമെന്നാണ്. പക്ഷേ ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് പോകുന്നു. സോ നമ്മൾ ഈ ലോ ബിക്കം എ വീക്ക് ലോ ആയിപ്പോയി നമ്മളെ സംബന്ധിച്ച്. ട്രേഡിങ്ങിന്റെ സെൻസിൽ നമ്മൾ നോക്കുമ്പോൾ ദിസ് ലോ ബിക്കം എ വീക്ക് ലോ. എന്തുകൊണ്ടാണ് അത് വീക്ക് ലോ ആയി പോയത്? ഇതൊരു സ്ട്രോങ് ലോ ആയിരുന്നു. എന്തുകൊണ്ടാണ് അത് വീക്ക് ലോ ആയി പോയത്? ബിക്കോസ് എ ക്യാൻഡിൽ ക്ലോഷർ ഹാസ് ബീൻ ഹാപ്പൻഡ് ഹിയർ അല്ലേ? ഒരു ക്യാൻഡിൽ ക്ലോഷർ ഹാസ് ബീൻ ഹാപ്പൻഡ് ഹിയർ. അതിനുശേഷം മാർക്കറ്റിന്റെ സ്ട്രക്ചറൽ ഡൈനാമിക്സ് പ്രകാരം മാർക്കറ്റ് എങ്ങോട്ട് വരണമെന്നാണ് നമ്മൾ പറയുന്നത്? മാർക്കറ്റ് വരുന്നത് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് നേരെ ഇറ്റ് ഹാസ് ടു റൺ അപ്പ് ടു മിറ്റിഗേറ്റ് ആൻഡ് കം ഡൗൺ. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ബെയറിഷ് മാർക്കറ്റ്. പക്ഷെ അങ്ങനെയാണ് ഇവിടെ ആക്ടിവിറ്റി നടന്നത്. സോ അങ്ങനെ ആക്ടിവിറ്റി നടക്കാത്തടത്തോളം കാലം നമ്മൾ ഈ ലോ വിട്ടു. അത് വേണ്ട നമ്മളെ സംബന്ധിച്ച്. ബിക്കോസ് ഈ ലോ ആക്ച്വലി ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പം, ഈ സ്ട്രോങ് ലോ ബ്രേക്ക് ചെയ്യുമ്പം, എനിക്ക് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ, ഈ സ്ട്രോങ് ലോ ബ്രേക്ക് ചെയ്യുമ്പം ഇവിടെ ക്യാൻഡിൽ ക്ലോഷർ നടന്നതിന് ശേഷം പ്രൈസ് മുകളിലേക്ക് വന്ന് താഴേക്ക് വരുമ്പോഴാണ് ഇത് നമ്മളെ ബെയറിഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മളെ ബെയറിഷ് മൂവ്മെന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. പ്രൈസ് മുകളിലേക്ക് വരണം. ബിക്കോസ് ആസ് പെർ അവർ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? 70% of the time market will come back
മാർക്കറ്റ് വിൽ കം ബാക്ക് ടു ദ 70% ഓഫ് ഫിബ്, അല്ലെങ്കിൽ 60% ഫിബ് റേറ്റിൽ 60% തിരിച്ചു വന്നതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് വരും എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ആക്ടിവിറ്റി നടന്നില്ല. സോ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ സ്ട്രോങ് ലോ ഇതായിരുന്നു. ഈ സ്ട്രോങ് ലോയുടെ ആക്ടിവിറ്റിയിൽ ഇവിടെ വന്നപ്പോൾ ദിസ് ലോ ഈസ് ടേക്കൺ ബട്ട് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഓർ നോട്ട്, ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് അല്ലേ. ഇവിടെ ഈ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റി നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടത്? നെക്സ്റ്റ് ആക്ടിവിറ്റി, മാർക്കറ്റ് വാസ് കമ്മിങ് ഡൗൺ, എ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ ലോ ഈസ് ടേക്കൺ and the high is taken, see, and the high is taken and the price is coming back to mitigate, ഇവിടെ വന്ന് mitigate and shoot up കണ്ടോ. അപ്പോൾ നമ്മൾ സ്ട്രക്ചറൽ ഫിനോമിനയിൽ നമ്മൾ എൻട്രി സെനാരിയോസ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഐഡിയ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടുള്ള ഇത് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എൻട്രിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം ഓർത്തിരിക്കുക ഇല്ലയോ എന്നുള്ളത് ഡിഫറൻറ്റ് സെനാരിയോ. ഐ എം ഓപ്പണിങ് ഓൾ ദ സെനാരിയോസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഓക്കെ, അപ്പം എല്ലാ കൂട്ടം കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ നോക്കി നമുക്ക് എൻട്രി ചിലപ്പോൾ പോസിബിൾ ആയെന്ന് വരത്തില്ല. പക്ഷേ നമുക്ക് എൻട്രി എടുക്കണം. ഓൾ ദി സെനാരിയോസ് ഐ വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ദ എൻട്രി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് എന്നാണ്? ഇവിടെ നമ്മൾ ഈ ഇങ്ങനെ ഒരു റിജക്ഷണൽ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകും ദിസ് ക്യാൻഡിൽ ഈസ് ക്രിയേറ്റഡ് വിത്ത് എ പർപ്പസ്. ബിക്കോസ് ഇവിടെ മാർക്കറ്റ് ഇവിടെ തിരിച്ച് ഇവിടെ ഇറങ്ങി വരുമ്പോഴത്തേനും ഈ ഒരു ക്യാൻഡിൽ ഈസ് ക്രിയേറ്റഡ് വിത്ത് എ പർപ്പസ്. ഇറ്റ്സ് എ പ്രോപ്പർ റിജക്ഷണൽ ക്യാൻഡിൽ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സെനാരിയോസിൽ നമ്മുടെ ട്രേഡിംഗ് സീക്രട്സിൻ്റെ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഏതാണ് ഒരു മാംഗോ ക്യാൻഡിൽ ആൻഡ് കോക്കനട്ട് ക്യാൻഡിൽ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് തമാശ പറഞ്ഞ ഒരു ക്യാൻഡിലിൻ്റെ ഒരു കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലായിരുന്നു. അപ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു മാംഗോ ക്യാൻഡിലായി പോയേനെ. അപ്പോൾ അത് മാംഗോ ക്യാൻഡിൽ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഇതിനകത്ത് നോക്കിയാൽ മതി. ചുമ്മാ ഞാൻ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ആക്ച്വലി അത് റിജക്ഷണൽ ക്യാൻഡിൽ, ഇതൊരു ആക്ച്വൽ റിജക്ഷൻ ക്യാൻഡിൽ ആണോ അല്ലയോ? ദിസ് ക്യാൻഡിൽ വിൽ ബി ക്രിയേറ്റഡ്. അതായത് ഈ ക്യാൻഡിൽ, ഇങ്ങനത്തെ ക്യാൻഡിൽ 2 ടൈപ്പ് ഓഫ് സെനാരിയോസ് വേണ്ടി ക്രിയേറ്റ് ചെയ്യും. ഒന്ന്, താഴേക്കുള്ള വഴി തെളിച്ചിടാൻ വേണ്ടിയിട്ട്. എന്തിനാ? സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഓൾറെഡി ഒരു സ്വീപ്പ് നടത്തിയതിന് ശേഷം മേ ബി സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റിൽ താഴേക്ക് മാർക്കറ്റ് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ഇത് റിജക്ഷണൽ ക്യാൻഡിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്ന് നോക്കുക. ദാറ്റ് ഈസ് എ പർപ്പസ് ഓഫ് ദ സ്ട്രക്ചർ. അപ്പോൾ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പം ഈ സ്ട്രക്ചറിൻ്റെ ഡൈനാമിക്സ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പം യു വിൽ നോ ദാറ്റ് ദിസ് ക്യാൻഡിൽ ഹാസ് ബീൻ ക്രിയേറ്റഡ് വിത്ത് എ പർപ്പസ് അല്ലേ. അങ്ങനെ നോക്കുമ്പം ഈ ക്യാൻഡിൽ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ദ സോങ് ഈസ് ബീങ് സങ് ഹിയർ അല്ലേ. ഇവിടെ ഈ സോങ് നമ്മൾ പാടാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളുടെ ആ സോങ് പ്രകാരം ഇവിടെ അത് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. യു ആർ സീയിങ് ദാറ്റ് സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റ് ഇവിടെ പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്, റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഈസ് എ പ്രോപ്പർ റിജക്ഷണൽ ക്യാൻഡിൽ, അതർവൈസ് ഇറ്റ്സ് നോട്ട് എ റിജക്ഷണൽ ക്യാൻഡിൽ. ഇതാണ് ഞാൻ പറഞ്ഞ ഐഡിയയുടെ കോർ കീ ടേക്ക് അവേ എന്ന് പറയുന്നത്. സോ ഈ കോർ കീ ടേക്ക് അവേ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ നോ the IFC institutional funding candle, the IFC candle, whether it is a rejectional candle or it's a downside sweep candle or ഇത് മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ഡയറക്ഷൻ ആണോ ഇത് വരുന്നത് എന്നുള്ളത് ക്യാൻഡിൽ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ സിമിലർലി ഇതുപോലെ തന്നെ ഒരു ക്യാൻഡിൽ ഇവിടെ ഇതിപ്പം ഈ ക്യാൻഡിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് IFC ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തിരിച്ചും വരാമല്ലോ, ഇങ്ങനെ വരാമല്ലോ. സോ ആ ക്യാൻഡിലിൻ്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് മുകളിലേക്ക് പ്രൈസ് പോകുമ്പം യു ഷുഡ് നെവർ തിങ്ക് ദാറ്റ് ദിസ് ഈസ് എ റിജക്ഷണൽ ക്യാൻഡിൽ, ഇറ്റ്സ് എ ലിക്വിഡിറ്റി സ്വീപ്പ് ഓർ റിജക്ഷണൽ ക്യാൻഡിൽ. ഇതിൻ്റെ ആക്ടിവിറ്റി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു വെച്ചിരിക്കുന്നു എന്നുകൊണ്ട് നമ്മുടെ മനസ്സിൽ പണ്ട് മുതലേ എല്ലാവരും പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന സെനാരിയോ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി എ റോങ് സെനാരിയോ. സോ ആ റിജക്ഷൻ ആണോ അതോ ക്യാൻഡിൽ ആക്ച്വൽ സപ്പോർട്ടാണോ അതോ റെസിസ്റ്റൻസ് ആയിട്ടാണോ ഈ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് എന്ന് ഡിസൈഡ് ചെയ്യപ്പെടുന്ന മോമെൻറ്റ് എന്ന് പറയുന്നത് ബിക്കോസ് നമ്മളുടെ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിൻ്റെ റൂൾസിനെ ഈ സംഭവം ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് വെച്ചിട്ടാണ് അത് ഫോം ചെയ്യുന്നത്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ എൻട്രി സെനാരിയോ ഫോം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാൻ പറ്റും. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം അങ്ങനെ ഇപ്പം ഈ സെനാരിയോ ഞാൻ ഓപ്പൺ ചെയ്ത് തന്നതുകൊണ്ട് ഓൾ ഓഫ് യു വിൽ ലുക്ക് ഇൻ ടു ദ ചാർട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ആ സെനാരിയോയിൽ കറക്റ്റായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അതേ നോട്ടം നമ്മൾ ഇതിൽ നോക്കുമ്പോൾ യു ക്യാൻ ഫീൽ ദാറ്റ് എൻട്രി ഈസ് ഗെറ്റിംഗ് ഫോംഡ്. മനസ്സിലായോ? സോ ഈ കോഴ്സ് കഴിയുന്നതോടെ വരെയും ട്രേഡിംഗ് ഇമീഡിയറ്റ്ലി അതും കേട്ട് നമ്മളുടെ ചാനലിൽ യൂട്യൂബ് നമ്മുടെ ട്രേഡിംഗ് സീക്രട്സിൻ്റെ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡയറക്ഷൻ ഡീകോഡിംഗ് മാർക്കറ്റ് 1, 2, 3, 4 ഇതിനകത്തെല്ലാം എൻട്രി സെനാരിയോസിനെ പറ്റി തന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറാസ് ഐ ഹാവ് നോട്ട് കംപ്ലീറ്റഡ് ദ ലെക്ചേഴ്സ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് എന്തോരം നേരം ഇത് പറഞ്ഞ് തീരുമെന്ന് ചോദിക്കും. സോ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഡയറക്ഷൻ ഡീകോഡിംഗ് പാർട്ട് 1, 2, 3 വരെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് യു കനോട്ട് ഫ്രെയിം എ ക്വാളിറ്റി സെറ്റപ്പ് അല്ലേ.
So I have to explain you the complete structural dynamics. Only then you can participate with the entry. അവിടെ ഇവിടെ പറയുന്നത് കേട്ടിട്ട് അതൊന്നും ചെയ്തിട്ട് മാർക്കറ്റ് ഇതിൻ്റെ ഇതിൽ പറഞ്ഞേക്കുന്ന വാരം ഞാൻ എൻട്രി എടുത്തു, എനിക്ക് എൻട്രി കിട്ടി, ചിലപ്പോൾ കിട്ടും ചിലപ്പം കിട്ടുമല്ല, അങ്ങനെ വരും. അപ്പം എൻട്രി റിഫൈൻമെൻറ്റ് ഐ വിൽ ഷോ യു. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ഇങ്ങനത്തെ സംഭവത്തിൽ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്കത് സ്ട്രോങ് ലോ ആണോ വീക്ക് ലോ ആണോ എന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഡിസൈഡ് ചെയ്യപ്പെടുന്നത് ഇത് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു എൻട്രി ഫോമിങ് ഇവിടെ കണ്ടു, അതിനുശേഷം കിട്ടി. സോ ഇങ്ങനെ നമ്മൾ എൻട്രി ഫ്രെയിമിങ് ഇവിടെ ഈ ക്യാൻഡിൽ വന്ന് ഇവിടെ റിജക്ഷൻ ചെയ്യുമ്പോഴത്തേനും യു ക്യാൻ ഡു വൺ തിങ്, യു ക്യാൻ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ഓൺ എൻട്രി ഇയർ ആൻഡ് പുട്ട് എ സ്മോൾ സ്റ്റോപ്പ് ലോസ് ഇയർ, മേ ബി ഒരു 20 പൈസ അല്ലേ, 993 എത്രയായിട്ട് 994, ഒരു 50 പൈസ 60 പൈസയുടെ സ്മോൾ എൻട്രി എടുക്കുന്നു. പിന്നെയും ക്യാൻഡിൽസ് താഴേക്കാണ് പോകുന്നെങ്കിൽ അന്നേരം എക്സിറ്റ് ചെയ്ത് കളഞ്ഞേക്ക്. അവിടെ നമ്മൾ എന്തിനാണ് ബലം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് പ്രോപ്പർ ലെവൽസിൽ നമ്മൾ ചാർട്ടിൽ വരച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങളുമായിട്ട് മാർക്ക് ചെയ്ത് കറക്റ്റ് ആണോ പോകുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഇങ്ങനെ നമ്മൾ എൻട്രി എടുക്കുമ്പോഴാണ് വളരെ മിനിമൽ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്തോളാം. സോ ഫൈനൽ അങ്ങനെ 10 പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ സ്റ്റോപ്പ് ലോസോ നമ്മളുടെ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മളിവിടെ മീറ്റ് ചെയ്യുന്നുള്ളൂ. സോ മേ ബി 1 രൂപ, ചിലപ്പോൾ 50 പൈസ, ചിലപ്പോൾ 25 പൈസ, ചിലപ്പോൾ 8 രൂപ. ബിക്കോസ് നമ്മൾ ആ ഏരിയയെ നമ്മൾ അത്രമാത്രം റെസ്പെക്ട് ചെയ്തുള്ള ഏരിയ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി കിട്ടുന്നില്ലെങ്കിൽ എൻട്രി വിട്ടുകളാം. എപ്പോഴും മാർക്കറ്റ് അങ്ങനെ പറ്റിച്ച് നമ്മളെ പോകത്തില്ല. സോ ഇമ്മീഡിയറ്റ്ലി അതിനുശേഷം പ്രൈസ് മൂവ്മെൻറ്റ് മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഇമ്മീഡിയറ്റ്ലി യു ഷുഡ് നോ ദാറ്റ് ദർ ഇസ് എ ലിക്വിഡിറ്റി പൂളിംഗ് അപ്പ് ഹിയർ. സി ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ്, ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ്, ഇവിടെ വിച്ച് വിൽ ബി ടേക്കൻ. സി ഈ ഒരു എൻട്രി ഫോം ചെയ്യുമ്പോൾ ഇവിടെ തന്നെ LTT എന്ന് പറയുന്ന ഒരു ട്രേഡ് സെറ്റപ്പ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിനകത്ത് ഇവിടെ കിടപ്പുണ്ട്, ലിക്വിഡിറ്റി ട്രേഡ് സെറ്റപ്പ്. സോ ആക്ച്വലി ഇതൊന്നും ട്രേഡ് സെറ്റപ്പുകളല്ല. ബിക്കോസ് ഞാനത് അതിനെല്ലാം പേരിട്ട് വെച്ചിരിക്കുന്നത് ട്രേഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ ആരും ഇതുവരെയും ചെയ്ത് കണ്ടിട്ടില്ല. ചില ആൾക്കാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കൂടുതലും അത് നമുക്ക് യൂട്യൂബ് ചാനൽ എല്ലാവരും കാണട്ടെ എന്ന് ഓർത്ത് അങ്ങനെ ഒരു പേരിട്ടെന്നേ ഉള്ളൂ. സോ ആക്ച്വലി ദിസ് ഈസ് എ ലിക്വിഡിറ്റി ട്രേഡ് സെറ്റപ്പ്. സോ അതുപോലെ തന്നെ LTT എന്ന് പറഞ്ഞുകൊണ്ടൊരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ട്രേഡിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ നമ്മളുടെ ലിക്വിഡിറ്റി അവിടെ ഉണ്ടെങ്കിൽ ആ ഏരിയ വിൽ ബി വെരി മച്ച് റെസ്പെക്റ്റഡ്. അപ്പം അതിനെ നോട്ട് റെസ്പെക്റ്റഡ്, ഡിസ്റെസ്പെക്റ്റഡ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇതും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇമീഡിയറ്റ്ലി ഒരു ക്യാൻഡിൽ കണ്ടു കഴിയുമ്പോഴത്തേനും ചാടി എൻട്രി കട്ട് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത്. ബിക്കോസ് ഇവിടെ നോക്കിയാൽ സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വരുന്നു, സെല്ലിങ് വരുന്നു. സോ സെല്ലിങ് വരുമ്പോഴത്തേനും നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യുവർ എൻട്രി ഈസ് എ പ്രോപ്പർ എൻട്രി ഹിയർ. സോ എന്തിന് നമ്മളിവിടെ റെഡ് വരുമ്പോഴത്തേനും പേടിക്കണം. സോ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ദിസ് ഏരിയ. സി ഇതാണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സി അവിടെ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തോ ഇല്ലെന്ന്, ഫസ്റ്റ് മൂവ്മെൻറ്റിൽ തന്നെ അവിടെ വന്ന് ടാപ്പ് ചെയ്തു മാർക്കറ്റ്. സോ അതിന് മുമ്പിൽ തന്നെ നമുക്ക് ഇത് ഇച്ചിരി റിഫൈൻ ചെയ്ത് ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഓർ ദ ബോഡി പോർഷൻ നമുക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ വരുമ്പോഴത്തേനും മാർക്കറ്റ് വരുമ്പോഴത്തേനും നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. സോ നമ്മളും വെരി സ്മാർട്ടായിട്ടുള്ള പോലീസുകാരായിട്ട് ഇടയ്ക്ക് നമ്മൾ മാറും. അപ്പോൾ അതാണ് നമ്മൾ എൻട്രിയിൽ നമ്മൾ റിഫൈൻമെൻറ്റിനകത്ത് നോക്കുന്നത്. സോ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ കാണുമ്പോഴത്തേനും നമ്മൾ ബിക്കോസ് ഇവിടെ റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എക്സിറ്റ് ആകണമെങ്കിൽ ദർ ഷുഡ് നോട്ട് ബി എനിത്തിങ് ഹിയർ. പ്രീവിയസ്ലി ഉള്ള ചാർട്ടിൽ നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ മേ ബി ഇറ്റ് വിൽ ഗോ ഡൗൺ. ഓക്കെ നോ പ്രോബ്ലം, യുവർ സ്റ്റോപ്പ് ലോസ് പുട്ട് ഇറ്റ് ഹിയർ. ഇച്ചിരി കയറ്റി വെക്കുന്നു. വെയിറ്റ് ടിൽ എൻഡ് ഓഫ് ദ ഡേ 3:25 PM. ക്യാൻ യു ഡു ദാറ്റ്? അതാണ് ക്വസ്റ്റ്യൻ. If you cannot do that, you are not a professional trader and you are disqualified. മനസ്സിലായോ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. സോ എയ്തർ യുവർ ടാർഗറ്റ് ഓർ യുവർ സ്റ്റോപ്പ് ലോസ്, ദിസ് കൺസെപ്റ്റ് വിൽ വർക്ക് ഹിയർ. അങ്ങനെ നമ്മൾ ഏരിയ കണ്ടുപിടിച്ച് ഈ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ കണ്ടുപിടിക്കുന്ന എൻട്രിക്കാണ് നമുക്ക് കൂടുതലും ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നത്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ഫോർ യു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ നല്ല കമൻറ്റുകൾ എഴുതുക. ഓൾറെഡി ഇത് 35 മിനിറ്റ്സ് ആയി, അപ്പോൾ ലെങ്തി ആയി പോകുന്ന വീഡിയോ. ബിക്കോസ് ഈ സ്മോൾ കാര്യങ്ങൾ ഇതിനകത്ത് ഇനിയും കുറേ കൂടെ റിഫൈൻമെൻറ്റ് ഓഫ് എൻട്രീസ് ടെക്നിക്കുകൾ വരാറുണ്ട്. മേ ബി 3 or 4 ലെസൺസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എനിവേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാം. അതുപോലെ തന്നെ കമൻറ്റുകൾ എഴുതുക. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.